ശ്രീ ശങ്കുട്ടി ദാസ്, ഇന്നലെ രാജ്യം വിശദീകരിച്ചത് ഇന്ത്യയുടെ ആക്രമണം മെഷേർഡ്, നോൺ എസ്കലേറ്ററി, പ്രൊപ്പോർഷനേറ്റ് ആൻഡ് റെസ്പോൺസിബിൾ എന്നായിരുന്നു. ഭീകരവാദ ക്യാമ്പുകളാണ് ലക്ഷ്യം വെച്ചത്. ഇന്നും വിദേശകാര്യ സെക്രട്ടറി കെയർഫുൾ ടാർഗറ്റുകളായിരുന്നു, ടെറർ ഡെസ്റ്റിനേഷൻസ് ആണ്, ടെറർ ഇൻസ്റ്റലേഷൻസ് ആണ് ഞങ്ങൾ തകർത്തത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഡ്രോണുകൾ റാവൽപിണ്ടിയിലും അതുപോലെ തന്നെ ലാഹോറിലുമൊക്കെ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയത്. പാകിസ്ഥാൻ കുറെ കൂടി പാനിക്കായി എന്നുള്ളത് വ്യക്തവുമാണ്. അപ്പോൾ ഈ വളരെ കെയർഫുള്ളായ, വളരെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിസിഷൻ സ്ട്രൈക്കിൽ നിന്ന് അതിനപ്പുറമുള്ള ഒരു ഘട്ടത്തിലേക്ക് പോവുകയാണോ? എന്താണ് താങ്കളുടെ വിലയിരുത്തൽ? തീർച്ചയായിട്ടും അങ്ങനെ വേണം നിലവിലെ സാഹചര്യങ്ങൾ കൊണ്ട് അനുമാനിക്കാൻ. നോക്കൂ, നമ്മൾ ഇവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത്, നമുക്ക് പാകിസ്ഥാനെ ആക്രമിക്കണമെന്ന് ആഗ്രഹമില്ല. പാകിസ്ഥാനിലെ സിവിലിയന്മാരെയോ പാകിസ്ഥാനിലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ പോലും ആക്രമിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കില്ല. ഇവിടെ എസ്കലേഷൻ നടത്തുന്നത് നമ്മളല്ല. എസ്കലേഷൻ എന്ന് പറയുന്നത് പഹൽഗാമിൽ പാകിസ്ഥാൻ സ്പോൺസേർഡ് ആയിട്ടുള്ള തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ഇന്ത്യയുടെ ടെറിട്ടറിക്കുള്ളിൽ കടന്നു കയറിക്കൊണ്ട് നിരായുധരായിട്ടുള്ള വിനോദസഞ്ചാരികളെ വെടിവെച്ച് കൊല്ലുക. അതിൽ 25 പേര് ഇന്ത്യക്കാരും ഒരാൾ നേപ്പാളി പൗരനുമാണ്. അങ്ങനെയുള്ള 26 ആൾക്കാരെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നിട്ടുള്ള ആ ആക്രമണമാണ് ഇവിടുത്തെ എസ്കലേഷൻ. ഇന്ത്യയുടെ നടപടി എന്ന് പറയുന്നത് പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള റിയാക്ഷനാണ്, അതിനുള്ള ആനുപാതികമായിട്ടുള്ള മറുപടിയാണ്. ആ മറുപടി എങ്ങനെയായിരുന്നു? അങ്ങ് പറഞ്ഞതുപോലെ തന്നെ മെഷേർഡ് ആയിരുന്നു, കൺട്രോൾഡ് ആയിരുന്നു, നോൺ എസ്കലേറ്ററി ആയിരുന്നു. അത് തോത് വർദ്ധിച്ചു പോകരുത് എന്നുള്ള കണക്കോട് കൂടി എന്താണോ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ആക്രമണം, ആ ആക്രമണത്തിൻ്റെ അതേ തോതിലുള്ള മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള തീവ്രവാദ ക്യാമ്പുകളെയാണ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. ആ ആക്രമണത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ അതിൻ്റെ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിലത്തെ സ്ട്രാറ്റജി ഉണ്ട്, അതിലത്തെ സിംബോളിസം ഉണ്ട്, അതേപോലെ തന്നെ അതിലെ സിംഫണി എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടിയുണ്ട്. ആദ്യത്തെ അതിലെ സ്ട്രാറ്റജി, നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴൊക്കെ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിരുന്നൊരു ചോദ്യം, എന്തുകൊണ്ടാണ് തിരിച്ചടി ഉണ്ടാവാത്തത്? ഏപ്രിൽ 22-ാം തീയതി ആക്രമണം നടന്നു, മെയ് 7-ാം തീയതി വരെ നമ്മൾ കാത്തിരുന്നു, 15 ദിവസത്തെ സമയം നമ്മൾ കാത്തിരുന്നു. മുൻപേയുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഉറിക്ക് നമ്മൾ മറുപടി പറയുന്നത് 11 ദിവസം കൊണ്ടാണ്, പത്താൻകോട്ടിന് നമ്മൾ മറുപടി പറയുന്നത് 12 ദിവസം കൊണ്ടാണ്. എന്താണ് വൈകുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കായിരുന്നു നടത്തിയിരുന്നത്. വളരെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യേണ്ട ഓരോ പോയിന്റുകളും തിരഞ്ഞെടുത്തുകൊണ്ട്. മാത്രമല്ല ഇത്തവണത്തെ അറ്റാക്കിൻ്റെ പ്രത്യേകത അത് പാക് ഓക്കുപൈഡ് കശ്മീരിൽ പോലുമല്ല. നമ്മൾ സാധാരണഗതിയിൽ 1999 പോലും കാർഗിൽ യുദ്ധത്തിൽ പോലും LOC ക്രോസ് ചെയ്തിട്ടില്ല. LOC ക്രോസ് ചെയ്യാനുള്ള നയം നമ്മൾ സ്വീകരിക്കുന്നത് 2015-ന് ശേഷമാണ്. മ്യാൻമാറിൽ നിന്നുള്ള NCSN തീവ്രവാദികൾ നമ്മളെ ഗൂർഖ റെജിമെന്റിനെ ആക്രമിച്ചപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് ക്രോസ് ബോർഡർ ചെയ്യുന്നത്. അതിനുശേഷം മുറിക്ക് മറുപടി പറയുമ്പോഴാണ് നമ്മൾ LOC കടന്നു പോയിട്ട് അതിന് മറുപടി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തവണ LOC അല്ല, പാക് ഓക്കുപൈഡ് കശ്മീരിലും അല്ല, പാകിസ്ഥാൻ മെയിൻലാൻഡിൽ തന്നെയാണ് നമ്മൾ ആക്രമണം നടത്തുന്നത്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ടെറൈനാണ്, നമ്മൾ മുന്നേ കടന്നു ചെന്നിട്ടില്ലാത്ത പ്രദേശങ്ങളാണ്, നമുക്ക് വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഓരോ പോയിന്റും ഐഡന്റിഫൈ ചെയ്ത്, അത് റാൻഡം ആയിട്ടുള്ള സെലക്ഷൻ അല്ല. ഈ സെലക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, 21 ടെറർ ലോഞ്ച് പാഡുകൾ സെലക്ട് ചെയ്തതിൽ ഓഡ് ഈവൻ നമ്പേഴ്സ് വെച്ചുകൊണ്ട് അതിലെ ഓഡ് നമ്പേഴ്സിലാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തത്. ഈ ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാം 2001-ലെ പാർലമെന്റ് അറ്റാക്ക് മുതൽ 2025-ലെ പഹൽഗാം അറ്റാക്ക് വരെ ഇന്ത്യക്കെതിരെ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങളുമായി ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള കേന്ദ്രങ്ങളാണ്. അതിൽ ഈ പറയുന്ന തീവ്രവാദികളെ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അതേപോലെ തന്നെ തീവ്രവാദികളെ ലോഞ്ച് ചെയ്യുന്ന ലോഞ്ച് പാഡുകളുണ്ട്, ഇവർക്ക് ജംഗിൾ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കണ്ടു 1999-ലെ കാണ്ഡഹാർ ഹൈജാക്കിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളെ പാർപ്പിച്ചിരുന്ന സ്ഥലമുണ്ട്. 2001-ലെ പാർലമെന്റ് അറ്റാക്കിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് 21-ാം നൂറ്റാണ്ടിൽ നേരിട്ടിട്ടുള്ള എല്ലാ തീവ്രവാക്രമണങ്ങൾക്കും ഒരുമിച്ച് മറുപടി പറയുകയാണ്. പഹൽഗാമിന് മാത്രമല്ല നമ്മൾ ഇത്തവണ മറുപടി പറഞ്ഞത്, 1999 മുതൽ ഉണ്ടായിട്ടുള്ള ഇന്ത്യക്കെതിരായിട്ടുള്ള എല്ലാ ഭീകരവാദങ്ങൾക്കും ഒറ്റയടിക്ക് നമ്മൾ മറുപടി പറയുകയാണ്. അങ്ങനെ സ്ട്രാറ്റജിക്കലി നമ്മൾ ഓരോ ലൊക്കേഷൻസും പിൻ പോയിന്റ് ചെയ്തുകൊണ്ട് നമ്മൾ അറ്റാക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. അതിലത്തെ സിംബോളിസം എന്ന് പറയുന്നത് വളരെ പ്രധാനം തന്നെയാണ്. അതിലൊരു പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. കാരണം ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾക്ക് മറുപടി കൊടുക്കുമ്പോൾ അതിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിടുന്നത് മുതൽ ആ മിലിറ്ററി ഓപ്പറേഷനെ പറ്റി വിശദീകരിക്കാൻ 2 സ്ത്രീകളെ തന്നെ കൊണ്ടുവരുന്നത്, അത് ആർമിയിൽ നിന്നുള്ള കേണൽ സോഫിയ ഖുറേഷി ആണെങ്കിലും എയർഫോഴ്സിൽ നിന്നുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണെങ്കിലും അവിടെ ഇന്ത്യയുടെ നാരീശക്തിയുടെ പ്രദർശനമാണ്. നിങ്ങൾ തീവ്രവാദികൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ത്രീകളെ ഭയപ്പെടുത്താൻ സാധിക്കില്ല, അവർ അനാഥരാണെന്നുള്ളൊരു പ്രതീതി നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഇന്ത്യ അവരുടെ സ്ത്രീ കരുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറുപടി പറയുമെന്ന് പറയുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. അതിൽ സോഫിയ അൻസാരി എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിൽ നിന്ന് വരുന്ന സ്ത്രീ, അവരെന്താണെന്ന് വെച്ചാൽ പഹൽഗാം അറ്റാക്കിൽ പാകിസ്ഥാൻ വളരെ കൃത്യമായി ശ്രമിച്ചത് ഇന്ത്യയിൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഡിവൈഡ് ഉണ്ടാക്കാനാണ്. മതം ചോദിച്ച് ഹിന്ദു ആണെന്ന് ഉറപ്പുവരുത്തി വെടിവെച്ച് കൊല്ലുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കാനാണ്, ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ടാവട്ടെ എന്നുള്ള ആഗ്രഹത്തിലാണ്. അത് ഞങ്ങൾ വകവെച്ച് തരില്ല. ഇവിടുത്തെ പൗരന്മാർ രാജ്യത്തിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ട് തന്നെയാണ്, അതിൽ ഹിന്ദു മുസ്ലിം എന്നുള്ള ഭേദമില്ല, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ മതം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ് എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ട്.
അതേപോലെ തന്നെ അതിൽ സിംഫണി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ, അത് രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഇന്ത്യയിലെ മാധ്യമങ്ങളായിക്കോട്ടെ, നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളെ ഇന്നത്തെ ദിവസം അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം വളരെ ദേശീയ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള യാതൊരു അസ്വാരസ്യങ്ങൾക്കും ഇടം കൊടുക്കാതെ വളരെ പഴുതടച്ചിട്ടുള്ള റിപ്പോർട്ടിംഗ്, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന മിസ്ഇൻഫർമേഷനുകളെ കൃത്യമായിട്ട് പൊളിച്ചു കാണിക്കുന്നത്, ഇന്ത്യൻ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങളെ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് വരെ വളരെ അവധാനതയോടുകൂടി വളരെ മിതത്വത്തോടു കൂടി നടത്തിയിട്ടുള്ള റിപ്പോർട്ടിങ്ങിൽ ഇന്ത്യൻ മാധ്യമങ്ങളായിക്കോട്ടെ, ഇന്ത്യൻ പൗരന്മാരായിക്കോട്ടെ, ഇന്ത്യയിലെ പൊതുസമൂഹം പൊതുവിലായിക്കോട്ടെ വളരെ അച്ചടക്കത്തോട് കൂടിയിട്ട് ഓരോരുത്തരുടെയും നിർദ്ദിഷ്ടമായിട്ടുള്ള റോളുകൾ നിർവഹിച്ചു. അതിൽ നമ്മുടെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് നടത്തിയിട്ടുള്ള റോൾ എടുത്തു പറയേണ്ടതാണ്. കാരണം നോക്കൂ, നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഒരു ട്വീറ്റ് പോലും ഇപ്പോഴും ചെയ്തിട്ടില്ല. അതിൻ്റെ ഓണസ് ഏറ്റെടുക്കാൻ ഇത് ഗവൺമെന്റിന്റെ ഒരു നടപടിയാണ് എന്ന് പറയാനോ അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള മൈലേജ് എടുക്കാനോ ഗവൺമെന്റ് ശ്രമിച്ചിട്ടില്ല. നമ്മളിവിടെ ആർമിക്ക് ഒരു ഫ്രീ ഹാൻഡ് കൊടുത്തു. ആർമിക്ക് ഇതിൻ്റെ മോഡ് എന്താണ്, ഇതിൻ്റെ ടാർഗറ്റ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് തീരുമാനിക്കാനുള്ള സമ്പൂർണ്ണാധികാരം കൊടുത്തു. ആർമി അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറുപടി കൊടുത്തു. അത് വിശദീകരിക്കാൻ ആർമിയിലെ ഉദ്യോഗസ്ഥന്മാരെ തന്നെയാണ്, സംയുക്ത സൈനിക അഭ്യാസം ആയതുകൊണ്ട് 2 സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് നിയമിച്ചത്. അതല്ലാതെ നരേന്ദ്രമോദി വന്നിട്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയോ അതുമായി ബന്ധപ്പെട്ട് ചെസ് തമ്പിങ്ങിന്റെ സ്വഭാവമുള്ള ഒരു ട്വീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഓരോരുത്തരും വളരെ കൃത്യമായിട്ട് റോൾ നിർവഹിച്ചു. ഫോറിൻ മിനിസ്റ്റർ മാത്രമാണ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള കറസ്പോണ്ടൻസ് നടത്തിയിട്ട് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ ആർജിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഇന്ന് ഓൾ പാർട്ടി മീറ്റിംഗ് നടത്തിയപ്പോൾ അതിൽ പങ്കെടുത്ത പ്രതിരോധ മന്ത്രിയാണ്, പ്രധാനമന്ത്രിയല്ല. കാരണം ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിരോധ മന്ത്രിയാണ് വിശദീകരിക്കേണ്ടത്. എല്ലാ പാർട്ടികളെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവരുടെ കൂടി കോൺഫിഡൻസ് ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നടപടി. ഇവിടെ എല്ലാം ഓരോരുത്തരും അവരുടെ നിർദ്ദിഷ്ടമായിട്ടുള്ള റോളുകൾ നിർവഹിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് പാകിസ്ഥാൻ നിർത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നിർത്തുന്നതാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഇത് നോൺ എസ്കലേറ്ററി ആണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ പാകിസ്ഥാൻ അവിടെ വെച്ച് നിർത്താൻ തയ്യാറായില്ല. പാകിസ്ഥാൻ അവിടെ കൊണ്ട് പാഠം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അവർ ഇന്നലെ ഇന്ത്യയുടെ 15 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തി. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ ശ്രമിച്ചത് ഇന്നലെ നേരം പുലർന്നപ്പോൾ ലോകം മുഴുവൻ ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി കേട്ടതുപോലെ ഇന്ന് നേരം വെളുക്കുന്ന സമയത്ത് പാകിസ്ഥാന്റെ കൗണ്ടർ സ്ട്രൈക്കിനെ പറ്റി കേട്ടിട്ട് വേണം ലോകം ഉണരാൻ. പാകിസ്ഥാൻ ശക്തമായി തിരിച്ചടിച്ചു. കാരണം അവിടുത്തെ ജനങ്ങൾ പോലും സർക്കാരിനെതിരെ തിരിയുന്നൊരു സാഹചര്യമുണ്ട്. ഈ പറയുന്ന ആർമി എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ക്രെഡിബിലിറ്റി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ട് നിൽക്കുന്ന, നമുക്കറിയാം സാധാരണ പാകിസ്ഥാനെ പറ്റി പറയാറുണ്ട്, ബാക്കി എല്ലാ സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്കും സ്വന്തമായിട്ടൊരു സൈന്യമുണ്ട്, പാകിസ്ഥാനിൽ മാത്രം ഒരു സ്വതന്ത്ര പരമാധികാര സൈന്യത്തിന് സ്വന്തമായിട്ടൊരു രാജ്യമുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. അവിടെ സൈന്യമാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നതും അവിടുത്തെ ജനങ്ങൾക്ക് മേലെ ഭരണം നടപ്പാക്കുന്നതൊക്കെ. ആ സൈന്യത്തിനെതിരെയുള്ള ജനവികാരത്തെ തിരിച്ചുവിടാൻ അവരെപ്പോഴും ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന ഒരു ആയുധത്തെയാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ശത്രുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങളെ ഉള്ളൂ എന്നുള്ള രക്ഷകർത്തൃത്വം ചമയിലാണ് അവർ ചെയ്യുന്നത്. ആ നിലയിൽ പാകിസ്ഥാന്റെ ആർമിയുടെ കേപ്പബിലിറ്റി വലിയ അളവിൽ ചോദ്യം ചെയ്യപ്പെട്ടൊരു സാഹചര്യത്തിലാണ് അവർക്ക് ഈ നരേറ്റീവ് വാറിലേക്കൊക്കെ തിരിച്ച് ഇറങ്ങേണ്ടി വന്നത്. അവർ ഈ പറയുന്ന പോലത്തെ മിസ്ഇൻഫർമേഷൻ നടത്തും, നമ്മുടെ ജെറ്റുകൾ വെടിവെച്ചിട്ടു, ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു, ഇന്ത്യയുടെ ഇത്ര ജവാന്മാരെ പിടികൂടി എന്നൊക്കെ പറയുന്ന തെറ്റായിട്ടുള്ള പ്രചരണം അവർ നടത്തിവിടുന്നത്. എന്നാൽ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു സ്ട്രൈക്ക് നടത്തുകയും അതിന് തെളിവ് കാണിക്കാൻ ഇന്ത്യൻ സൈന്യം ചെയ്തതുപോലെ ബ്രീഫിംഗ് നടത്തി വീഡിയോ തെളിവുകൾ ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ അവർക്ക് വിശ്വാസത്തിലെടുക്കാനും ലോകത്തിന് മുമ്പിൽ പാകിസ്ഥാന്റെ അഭിമാനം സംരക്ഷിക്കാനും ആർമിയെ ഹ്യൂമിലിയേഷനിൽ നിന്ന് രക്ഷിക്കാനും ഒരു കൗണ്ടർ സ്ട്രൈക്ക് നടത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഇന്ത്യയുടെ ഈ പറയുന്ന ഈ മിസൈൽ ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർസെപ്ഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഈ സുദർശന ചക്ര എന്ന് പറയുന്ന S-400 ഡിവൈസ് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഒരു നഗരത്തിൽ പോലും ഒരു റോക്കറ്റ് ഒരു മിസൈൽ പോലും വീഴുന്ന സാഹചര്യം ഉണ്ടായില്ല. നമുക്ക് അവർ എത്രയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ആണ് അവർ തിരഞ്ഞെടുത്തത്. അമൃത്സർ ഉൾപ്പെടെ ആക്രമണം നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. സുവർണക്ഷേത്രം, ഗോൾഡൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന അമൃത്സർ ഉൾപ്പെടെ ആക്രമണം നടത്താൻ ഒരു പദ്ധതി ഇട്ടിരുന്നു. എന്നാൽ നമ്മുടെ കൃത്യമായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ മികവ് കൊണ്ട് നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു. എന്നാൽ അങ്ങനെ ചെയ്ത സ്ഥിതിക്ക് പിന്നെ നമുക്ക് മറുപടി പറയാണ്ടിരിക്കാൻ സാധിക്കില്ല. കാരണം പാകിസ്ഥാൻ അപ്പോൾ നമ്മുടെ ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റിനെയാണ് ആക്രമിക്കുന്നത്, നമ്മുടെ മിലിറ്ററി ബേസുകളെയാണ് ആക്രമിക്കുന്നത്. അതിനുള്ള റിട്ടാലിയേറ്ററി സ്ട്രൈക്കാണ് ഇന്ന് ഇന്ത്യൻ ആർമി രാവിലെ നടത്തിയിട്ടുള്ള പാകിസ്ഥാന്റെ ഡിഫൻസ് സംവിധാനങ്ങളെ ആക്രമിച്ചുകൊണ്ടുള്ള മറുപടി. എന്നാൽ പാകിസ്ഥാന്റെ ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല. ചൈനയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ഈ പറയുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഒന്നും പ്രോപ്പർലി വർക്ക് ചെയ്യാത്തതുകൊണ്ട് പാകിസ്ഥാന്റെ പല സ്ഥലങ്ങളിലും ഇന്ത്യൻ മിസൈലുകൾ വീഴുന്ന സാഹചര്യം ഉണ്ടായി. ലഹോറിൽ ഉൾപ്പെടെയുള്ള അവരുടെ എയർ ഡിഫൻസ് സംവിധാനം തകരാറിലായി. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള വാർത്ത പ്രകാരം HQ-9 പുറമെ HQ-16 കൂടി അവിടെ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടു എന്നുള്ള സാഹചര്യമാണ്. അപ്പോൾ ഇത് ഇന്ത്യയുടെ ആക്രമണം അവിടുത്തെ ആർമിക്കെതിരെ ആയി കഴിഞ്ഞു. അവരുടെ എയർ ഡിഫൻസ് സംവിധാനം നമ്മൾ തകർക്കപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇനി ആ രീതിയിലുള്ള ഒരു മറുപടി ഉണ്ടാവുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത്. അത് കാത്തിരിക്കേണ്ട കാര്യമാണ്. HQ-9 പരാജയപ്പെട്ട സാഹചര്യത്തിൽ കൂടി ആയിരിക്കും പാകിസ്ഥാൻ എയർ സ്പേസ് എല്ലാം ക്ലോസ് ചെയ്ത് എല്ലാ എയർപോർട്ടുകളും അടച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വിചാരിക്കുകയും ചെയ്യാം.